സുകുമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കെവിനും ഋഷിയും അരുന്ധതിയോട് പറയുന്നുണ്ട്, മാർഗം ഏതായാലും ലക്ഷ്യം ഒന്ന് തന്നെയാണ്, ചന്ദ്രോത്ത് വീട്ടുകാരുടെ തകർച്ച. ഞങ്ങൾ ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട്, അത് ഞങ്ങൾ നേടിയെടുക്കും. അതുവരെ ആന്റി ഈ രഹസ്യം പുറത്തുവിടരുതെന്ന് കെവിൻ ആവശ്യപ്പെടുന്നു. തന്റെ മകൻ മരിച്ചു എന്ന് ആവർത്തിച്ച് പറയാൻ തനിക്കാവില്ല എന്നും ചന്ദ്രോത്ത് വീട്ടുകാർ ഇതിനോടകം ഒരുപാട് അനുഭവിച്ചുവെന്നും അവരെ വെറുതെ വിടണമെന്നും അരുന്ധതി പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ഋഷിയും കെവിനും കാര്യത്തിലെടുക്കുന്നില്ല. പിന്നീട് മുരളിയെ ഒരു കയ്യകലത്തിൽ നിർത്താനായിട്ട് നന്ദൻ തീരുമാനിക്കുന്നു. മുന വെച്ചുള്ള സംസാരമാണ് മുരളിക്ക് നേരെ നന്ദൻ നെയ്തു വിടുന്നത്. മുരളിക്ക് അത് സഹിക്കാൻ പോലും കഴിയുന്നില്ല. പിന്നീട് ദേവികയോട് താൻ നിരപരാധിയാണെന്നും ഇന്നലെ നടന്ന ആ സോഷ്യൽ മീഡിയയിലെ വീഡിയോ ഒക്കെ തന്നെ കെട്ടിച്ചമച്ചതാണെന്നും താൻ ഒരിക്കലും നിന്നെ മറന്ന് പ്രവർത്തിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ MLA എന്നുള്ള നിലയ്ക്ക് എപ്പോഴോ ഞാൻ തോറ്റു കഴിഞ്ഞു നന്ദു, ഇപ്പൊ ഭാര്യ എന്നുള്ള നിലയ്ക്കും ഞാൻ തോറ്റുകൊണ്ടിരിക്കുകയാണ് ഇസബല്ല. അവളുടെ മുന്നിൽ ഞാനിപ്പോ വെറും കളിപ്പാട്ടമാണ്. നന്ദുവിന്റെ കൺട്രോൾ മുഴുവൻ അവളുടെ കയ്യിലാണ്. അന്ന് കോളേജിൽ വെച്ച് അവൾ വെല്ലുവിളിച്ചിരുന്നില്ലേ, അത് നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അത് നന്ദുവിനും അറിയാം, പക്ഷേ അറിയാത്തതുപോലെ അഭിനയിക്കുകയാണ്. ഇത് കേട്ട് നന്ദനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. നന്ദനും ദേവിയും വഴക്കിടുന്നു. അത് കണ്ടോണ്ട് അവിടേക്ക് രാധിക വരികയാണ്. രാധികയ്ക്കാണെങ്കിൽ ആ കാഴ്ച സഹിക്കാനായിട്ട് കഴിയുന്നില്ല. അവരാണെങ്കിൽ ആകെ തകർന്നു പോകുന്നു. അത് മനസ്സിലാക്കുന്ന നന്ദനും ദേവികയും തർക്കങ്ങളെല്ലാം അവസാനിപ്പിച്ച് പുറത്തേക്ക് പോവുകയാണ്. പിന്നീട് രാധികയോട് ദേവികയാണെങ്കിൽ, അമ്മ എന്തെങ്കിലും കേട്ടോ, ഞങ്ങള് കമ്പനി കാര്യങ്ങളൊക്കെ സംസാരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ, ദേവി നീ എന്റെ മോളാണ്, വെറുതെ എന്നോട് നുണ പറയാൻ നിൽക്കരുത്. നിന്റെ മുഖം ഒന്ന് മാറിയാൽ കണ്ണൊന്ന് നിറഞ്ഞാൽ എനിക്കറിയാം അതിന്റെ കാരണം എന്താണെന്ന്. ഇന്നത്തെ സോഷ്യൽ മീഡിയ വീഡിയോ ഞാൻ കണ്ടിരുന്നു. ആരാണ് ഇസബല്ല, അവളുടെ ഉദ്ദേശം എന്താണ്, ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ഒരുപാട് പേരുടെ കടന്നുവരവുകളും ഈ ചന്ദ്രോത്ത് വീട് നേരിട്ടതാണ്. ഇനി അടുത്ത അവതാരമായിട്ടാണ് ഇസബല്ല വന്നിരിക്കുന്നത്. എന്താ പ്രശ്നം, എനിക്ക് അറിയണമെന്നൊക്കെ രാധിക പറയുമ്പോൾ, അതൊന്നുമില്ലമ്മേ. ദേവികയോട് രാധിക പറയുന്നുണ്ട്, ഒന്നുമില്ലാതിരിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഒരു ഉപദേശം ഞാൻ തരാം, നിന്റെ ജീവിതം അത് നിന്റെ കയ്യിലാണ്. മറ്റാർക്കും അത് പന്തട്ടി കളിക്കാനായിട്ട് നീ അനുവദിച്ചുകൂടാ. അത് ഭദ്രമാക്കേണ്ടതും നിന്റെ ചുമതലയാണെന്ന് രാധിക ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. അമ്മ താഴത്തോട്ട് വാ, അവിടെ വെച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ദേവികയാണെങ്കിൽ രാധിക താഴത്തേക്ക് കൊണ്ടുപോവുകയാണ്. എന്തായാലും രാധിക ശക്തമായി തന്നെ തിരിച്ചടിക്കുന്നുണ്ട്. എന്റെ മോള് വിഷമിക്കാൻ ഇടയാവരുത്, അത് പറയാനും ഓർമ്മപ്പെടുത്താനും കൂടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പല വാർത്തകളും കേൾക്കാൻ ഇടയാകുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ അതൊന്നും തന്നെ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഇവളുടെ കണ്ണ് നിറയരുത്, അത് ഏത് കാരണവശാലും എന്തായാലും. ഇത് കേട്ട് നന്ദൻ പറയുന്നുണ്ട്, അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? കാര്യങ്ങൾ ഓപ്പണായി പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. പലപ്പോഴും നിങ്ങൾ ആരും കാര്യങ്ങൾ തുറന്നു പറയാറില്ല, ശാരികയെ പോലെ എന്ത് തുറന്നു പറയുന്നില്ലെന്നാ നന്ദൻ ഉദ്ദേശിക്കുന്നത്? ഇതിങ്ങനെ രാധിക ചോദിക്കുമ്പോൾ, ശാരിക ഒരാളായിട്ട് പ്രേമത്തിലാണെന്നും മുരളിയുടെ അനിയനെ വിവാഹം ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് വാക്ക് കൊടുത്തതല്ലേ, പക്ഷെ ഇപ്പൊ അവൾ മറ്റൊരാളായിട്ട് പ്രേമത്തിലാണെന്ന് മുരളിയോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഇത് കേട്ട് ദേവികയും രാധികയും മാധവനും ഷോക്കാവുന്നു. അതെപ്പോ സത്യമാണോ ഈ പറയുന്നതൊക്കെ ചോദിക്കുമ്പോൾ, വേണമെങ്കിൽ മുരളിയെ വിളിച്ച് ചോദിച്ചു നോക്കെന്ന് പറഞ്ഞുകൊണ്ട് നന്ദനാണെങ്കിൽ അവിടെയുള്ള ആ ചർച്ചാ വിഷയത്തിൽ നിന്നും നെയ്സായിട്ട് പിന്മാറുകയാണ്. അങ്ങനെ ദേവികയാണെങ്കിൽ മുരളിയെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. മുരളിയും അത് ശരിയാണെന്ന് പറയുന്നു. എന്തുകൊണ്ട് ദേവികയാണെങ്കിൽ ആകെ തകർന്നു പോവുകയാണ്. ഗൗരിയോട് താൻ എന്ത് പറയുമെന്നും അതുപോലെ തന്നെ നവീൻ ശാരികയ്ക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് എന്നൊക്കെ തന്നെ ഗൗരി പറഞ്ഞതൊക്കെ ദേവിക ഓർക്കുന്നു. എല്ലാം കൊണ്ടും വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ദേവിക പെട്ടിരിക്കുന്നത്. പിന്നീട് കെവിനുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഇസബല പറയുന്നുണ്ട്, ആദ്യം ദേവികയെ മാനസികമായിട്ട് തകർക്കണം, അതുപോലെ തന്നെ അവളെ നന്ദനിൽ നിന്നും അകറ്റണം. നന്ദനായിരിക്കരുത് അതിന് മുൻകൈ എടുക്കേണ്ടത്, ദേവിക തന്നെയായിരിക്കണം. അതിനുള്ള ചവിട്ടുപടികളാണ് ഞാൻ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നന്ദനെ ഒരിക്കലും ദേവിക അടുപ്പിക്കരുത്, അതായിരിക്കണം ആദ്യത്തെ ലക്ഷ്യം. ഇത് കേട്ട് കെവിൻ ചോദിക്കുന്നുണ്ട്, അത് സാധിക്കുമോ? നന്ദനെ ചേർത്ത് പിടിക്കാനല്ലേ ദേവിക നോക്കുള്ളൂ? ഒരിക്കലുമില്ല, അവൾ കുറച്ച് അന്തസ്സുള്ള കൂട്ടത്തിലാണ്. ഒരിക്കലും അന്തസ്സുള്ള പെൺകുട്ടികൾ ഇങ്ങനെ ഭർത്താവ് നടക്കുന്നത് ഒരിക്കലും സഹിക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം പെട്ടെന്ന് നേടിയെടുക്കാനായിട്ട് കഴിയുമെന്ന് ഇസബല്ല പറയുന്നു. എന്തായാലും അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.